ചാനൽ. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. ഐ നോ ദാറ്റ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഞാൻ ഭയങ്കര ലാഗാണ് വീഡിയോ ചെയ്യാൻ, അത് എനിക്കറിയാം. എനിക്ക് തീരെ കൺസിസ്റ്റൻസി പറഞ്ഞ സംഭവം ഇല്ല. ഭയങ്കര മടിയാണ് ഗൈസ് എഡിറ്റ് ആക്കാനൊക്കെ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഗ്യാപ്പ് വരുന്നത്, ഇതിൻ്റെ പോസ്റ്റ് ആക്കുന്നതിൻ്റെ ഗ്യാപ്പ് വരുന്നത് ഇതുകൊണ്ടാണ്. ഐ എം റിയലി സോറി. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, മൈ ഹെയർ കെയർ. ഗൈസ് ആക്ച്വലി ഞാൻ ഒരു ഹെയർ കെയറും ചെയ്യാറില്ല. ഇതിൽ ഹെയർ കെയർ ഒന്നും പറയാൻ പറ്റില്ല. വീട്ടിലാകുന്ന സമയത്ത് നമ്മൾ ഈ ആലോവേര ജെല്ലൊക്കെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കിയിട്ടൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഓയിൽ, കാച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അത് വീട്ടിലാകുമ്പോൾ അമ്മയും നല്ലപോലെ നമ്മളിങ്ങനെ കെയർ ചെയ്ത് നമ്മുടെ മുടി അത് പറഞ്ഞു എല്ലാ എണ്ണൊക്കെ തേച്ചത് ഭയങ്കരമായിട്ട് ഇതാവും. ഞാൻ ബാംഗ്ലൂർ മാറിയതിന് ശേഷം ഭയങ്കര ഡാൻഡ്രഫും അതേപോലെ തന്നെ ഹെയർ ഫോളും നല്ല ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ആകെ ഇത്ര മുടിയേ ഉള്ളൂ. ഇതല്ല ശരിക്കും ഇതിലേറെ കുറച്ച് വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതിന് ശേഷം ഡെയിലി എത്ര മുടിയാണ് പോകുന്നത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ ഹെയർ കെയർ എന്ന് പറഞ്ഞ് വീഡിയോസിൻ്റെ താഴേക്ക് കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരില്ല. ഐ ഡോണ്ട് നോ. ഉമ്മാരോട് പറഞ്ഞപ്പോൾ ഉമ്മയും ചോദിക്കാനുണ്ട്, നീ അതിന് എന്ത് ഹെയർ കെയറാണ് ചെയ്യാറുണ്ട്? വീക്ക്ലി വൺസേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ആ വീക്ക്ലി വൺസ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. അതുപോലെ ഇത് എൻ്റെ നാച്ചുറൽ ഹെയറാണ്. ഞാൻ ഇതിൽ ഈ ബൊട്ടോക്സോ സ്മൂത്തനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കളർ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ആക്ച്വലി ഈ കളറല്ല പറഞ്ഞിരുന്നത്, പക്ഷെ അടിച്ചു വന്നപ്പോൾ ഈ കളറായി. ബട്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതങ്ങനെ പൊട്ടെന്ന് വിചാരിച്ചു. ഹെയർ ഇടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ ആയി ഞാൻ കട്ട് ചെയ്തിട്ട്. ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ ഹെയർ കളർ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ വൺസ് ഞാൻ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കമോൺ. വൺ മോർ തിങ്, നിങ്ങൾ ബാംഗ്ലൂർക്ക് എവിടേക്ക് മാറിയാലും ഒരിക്കലും ഹെയറിൽ ക്ലോറിൻ വെള്ളം തട്ടിക്കരുത്. തട്ടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ചിലർക്കത് പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് അവരുടെ മുടിക്ക് പ്രത്യേകിച്ച് പ്രശ്നം മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മുടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ക്ലോറിൻ വെള്ളം യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടിൻ്റെ ടെക്സ്ചറേ മാറി. ഒറ്റ പ്രാവശ്യം ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം മനസ്സിലാവും ആ ഹെയറിൻ്റെ ടെക്സ്ചർ മാറുന്നത്. അപ്പം നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ചകിരി പോലെ ഹെയർ മാറും. അപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റ പ്രാവശ്യം യൂസാക്കി ജസ്റ്റ് ഒന്ന് നനച്ച് നോക്കിയിട്ടുള്ളൂ. പിന്നെ ഞാനത് തൊടിച്ചിട്ടില്ല. കാരണം ഹെയറിൻ്റെ ടെക്സ്ചറേ മാറിപ്പോകും. ഒരിക്കലും ക്ലോറിൻ വെള്ളം യൂസ് ആക്കരുത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കുക. എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ് ക്ലോറിൻ വെള്ളം. ചിലർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുളിക്കുന്നതിന് മുമ്പ് ഹെയറൊന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് തേക്കണം. ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് കൂടെ അങ്ങനെ പറയുന്നത് കേൾക്കാം. എന്നാലും ഓയിൽ ഇട്ടിട്ടാണ് ഷാമ്പു കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ശരിക്കും മുടിയിൽ അങ്ങനെ ഓയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്, ഐ തിങ്ക്. ഓക്കെ, നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് നമ്മുടെ സാധാ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ. ഇത് തണുപ്പ് കാരണം ഇത് കട്ടിയായി. അറിയാലോ ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഇത് നോക്കിയത് ഇത്ര കട്ട് ചെയ്ത് എന്ത് ലോഷനാ, എണ്ണയാണിത്. നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും മുടി കൊഴിഞ്ഞ് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ഓയിൽ മസാജിങ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെയർ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു കൊമ്പെടുത്തിട്ട് ഇങ്ങനെ പാർട്ടീഷൻ എടുക്കുക. നമ്മൾ എല്ലാ സൈഡും എടുത്തിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഡാൻഡ്രഫൊക്കെ ഒന്ന് അളകി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് സ്ക്രാച്ച് ചെയ്തിട്ട് കണ്ടോ, അതൊക്കെ ഡാൻഡ്രഫാണ്. ഫുള്ള് ഡാൻഡ്രഫാണ് ഹെയർ. നിങ്ങളീ കാണുന്ന അത്ര രസമൊന്നും ഇല്ല ഹെയർ. പിന്നെ എല്ലാവർക്കും ഇതേപോലത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ യൂസ് ആക്കുന്ന ഷാംപൂസാണ്. സോ ഐ എം യൂസിങ് ബയോലേജ് അഡ്വാൻസ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇതിനായിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് നല്ലോണം മസാജ് ചെയ്ത് നല്ലോണം വാഷ് ആക്കേണ്ടത്. മെയിനായിട്ട് സ്കാൽപ്പിലാണ്. ഹെയറിലും വേണം, പക്ഷേ സ്കാൽപ്പിൽ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. ആൻഡ് അതിൻ്റെ തന്നെ ഇതാണ് എന്താ പറയുക,
കണ്ടീഷണർ ഇതാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇതും ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറാണ്. ഇതും സ്കാൽപ്പിലാണ് കൂടുതലായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ കളർ ചെയ്ത ഭാഗത്ത് നല്ലോണം കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ പ്രൊട്ടക്റ്റഡ് ഷാമ്പൂസ് ഒന്നും അല്ല യൂസ് ആക്കല്. പോട്ടെ, നമ്മളെന്തായാലും ഇങ്ങനെ വീക്ക്ലി വൺസ് അല്ലേ വാഷ് ചെയ്യുന്നുള്ളൂ. ബ്യൂട്ടി പാർലറിലത്തെ അവർ പറഞ്ഞു തന്നതാണ്, അവർ യൂസ് ചെയ്യാൻ പറഞ്ഞതാണ് ഇത്. ആൻറ്റി ഡാൻഡ്രഫ് സ്പാ ചെയ്തതിന് ശേഷം ഇത് യൂസ് ആക്കാൻ പറഞ്ഞു. ഇതിൻ്റെ തന്നെ സീറം ഉണ്ട്, അത് നമ്മൾ ആഫ്റ്റർ ഹെയർ വാഷ് നമ്മളത് യൂസ് ആക്കണം. ഓക്കെ, സോ നമുക്ക് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. സോ നമ്മൾ ഹെയർ വാഷ് ചെയ്തു, നമുക്കൊന്ന് ഹെയർ ഡ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, സോ ഐ എം യൂസിങ് ഫിലിപ്സ് ഹെയർ ഡ്രയർ. ജസ്റ്റ് കോംബ് ചെയ്തിട്ട് ഒന്നുകൂടെ ഹെയർ ഡ്രൈ ചെയ്യാം. ഓക്കെ, കാരണം ഇത്ര മുടിയുള്ളൂ, കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്നുകൂടെ ഹെയർ ഡ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷെ താഴെ ഇപ്പോഴും കുറച്ച് വെറ്റായിട്ട് കിടക്കുന്നത്. നമുക്ക് റെഡിയാക്കാം. അപ്പം ബിഫോർ ദാറ്റ് നമുക്ക് ഹെയർ സീറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഹെയർ സീറം. ഇതും ബയോളേജിൻ്റെ തന്നെ ഹെയർ സീറമാണ്. ഇതും സ്കാൾപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് പാർട്ടീഷൻ എടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഇത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷൻ. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തന്നെ ഉണ്ട്. അപ്ലൈ ചെയ്തു, നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലും എത്തിയെന്ന് ഉറപ്പ് വരുത്താം. നമ്മുടെ ഹെയർ സെറ്റായിട്ടുണ്ട്. ഞാൻ ഹെയർ ഡ്രൈ മാത്രമേ ചെയ്യാറുള്ളൂ. മറ്റേ എന്തോ സംഭവം വേറൊരു സംഭവമല്ലേ, നമ്മൾ ഈ മുടി സെറ്റ് ചെയ്യുന്നത് വെച്ച് സെറ്റ് ചെയ്യലൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹെയർ ഡ്രൈ ചെയ്തിട്ട് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കും, അത്രയും ചെയ്യാറുള്ളൂ. ഞാനൊന്ന് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യാറുള്ളത്. സോ ഇഫ് യു ഗൈസ് വാണ്ട് ലിങ്ക് ഓർ സംതിങ്, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഡിഎം ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാനിവിടെ കൊടുക്കുന്നത്. ഗൈസ്, നെക്സ്റ്റ് ഏത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.